സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. ഭാവിയിൽ തന്റെയും പിതാവിന്റെയും ഇടയിൽ ഒരുപാട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നിങ്ങൾ ഈ തലപ്പാവ് ധരിച്ച ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് കേട്ടോക്ക്. ഒരല്പം മാന്യതയുള്ള ഒരാൾ ഈ ഒരു ഉസ്താദിനെ അംഗീകരിക്കില്ല. തൻ്റെ മുന്നിൽ ഒരു ക്യാമറയും ഒരു കൂട്ടം കേൾക്കാൻ ആളുകളുണ്ടെന്ന് കരുതിയിട്ട് ഇതുപോലെ തോന്നിവാസം ഒരു ഉസ്താദ് വിളിച്ചു പറയോ? ഉസ്താദുമാരോടുള്ള റെസ്പെക്റ്റ്, മതത്തോടുള്ള റെസ്പെക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മോശത്തരത്തിൽ എന്തിനാണ് ഉസ്താദ് നിങ്ങൾ പോയി ചെന്ന് ചാടുന്നത്? ഇതൊന്ന് കേട്ടോക്ക്. സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. ദലീലുൽ മശാക്കിരിൽ ഹാസിലത്തി ബൈന റാഹി വബിഹി ഫിൽ വാഖി. ഭാവിയിൽ തന്റെയും പിതാവിന്റെയും ഇടയിൽ ഒരുപാട് മുഷ്കിലാത്തുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുമെന്നും കാണാം. ഇനി തന്റെ സഹോദരിയുമായി, ചെറിയ സഹോദരിയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ തനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് അത് സൂചിപ്പിക്കുക. ഇനി വലിയ സഹോദരിയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ, വലിയ സഹോദരി വിവാഹം കഴിഞ്ഞിട്ടില്ല, എന്നാൽ ആ സഹോദരിയുടെ വിവാഹം അടുത്തിരിക്കുന്നു എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അത് സമയം പോലെ നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊരു നമ്മുടെ നാക്കിൽ പറയാൻ പറ്റുന്നൊരു വാക്കാണോ? എന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇസ്ലാമിക വിമർശകരുകൾ ഇത്രയും വൃത്തികെട്ടൊരു മതമാണ് ഇസ്ലാം. ഒന്ന് ആലോചിച്ചു. സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ചെയ്ത പറഞ്ഞ വേർഡുകൾ, സീനാന്ന് പറഞ്ഞ വ്യഭിചാരം, അത് ഉമ്മാനോട് ചെയ്യുന്നത് ഒരാൾ കിനാവ് കണ്ടാലും ഓൻ്റെ പ്രശ്നമല്ലേ? ഏതെങ്കിലും കിതാബുകളിൽ അറബിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അതൊക്കെ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ പൊതുരംഗത്തുള്ള മറ്റു മുസ്ലിങ്ങൾ എന്താ കരുതാറ്? ഈ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പാടില്ല, ഇതൊക്കെയാണ് ഇസ്ലാം എന്നുള്ളതാണ്. ഒരു അറബി ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അതൊക്കെ വിളിച്ചു പറയാം. അത് വിളിച്ചു പറയുന്ന വാക്കുകൾ എന്താണ്? സ്വന്തം ഉമ്മാനോട് ലൈംഗികത ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഉള്ളിലുള്ള മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം? നമ്മളാരും പ്രവാചകന്മാരല്ല. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സന്ദേശമൊന്നും അല്ലല്ലോ സ്വപ്നം എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ അടഞ്ഞുകൂടി കിടക്കുന്നത് എന്തോ അതൊക്കെ നമുക്ക് തോന്നിക്കുന്ന, ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തോന്നിപ്പിക്കുന്ന, ഉറക്കത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്വപ്നം. ഈ സ്വപ്നം എന്നുള്ളത് സൂചനയാണ്, പലതിൻ്റെയും സൂചനയാണ്. ഓക്കെ, കിതാബിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് മുഴുവനും പബ്ലിക്കിൽ ഇങ്ങനെ പ്രസംഗിക്കുക. സ്വന്തം ഉമ്മാനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൻ്റെ മനസ്സിൻ്റെ ഒരു വൈകൃതിയോ അല്ലടോ, അതൊരു സെക്ഷുവൽ ഡിസോർഡർ ആണ്. മനസ്സിൽ അങ്ങനെ പലതും തോന്നും. അതിനൊക്കെ വ്യാഖ്യാനം കൊടുക്കുക, എന്നിട്ട് ആ വ്യാഖ്യാനം ഇതുപോലെ വിളിച്ചു പറയുക. ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ ഇസ്ലാമിക എതിരാളികളുടെ മുൻപിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, ഒരു സ്വാമിജി വീഡിയോ ഇട്ടിക്കാണ്, വൃത്തികെട്ട മതമാണ് ഇസ്ലാം. എന്നിട്ട് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനെ ഇത് ചിന്തിക്കാൻ കഴിയുമോ? നമുക്കൊരു ബോധമുള്ളൊരു മനുഷ്യന് സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? രണ്ടാമത് ഇയാൾ പറഞ്ഞ എൽഡർ സിസ്റ്ററോട്, അതായത് അനിയത്തിമാരോട്, ഈ സ്വന്തം ഇളയ സഹോദരിമാരോട് ഇങ്ങനെ ചെയ്യാം. മൂത്ത സഹോദരിക്ക് ചെയ്ത വിവാഹപ്രായമായി. എനിക്കറിയാം ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നീ പറയാനതൊക്കെ ആരടാ? തലപ്പാവ് ധരിച്ച ആളുകളൊക്കെ ഇൽമു പഠിച്ച, ഇൽമാണ് നിങ്ങളുടെ പ്രധാനമെങ്കിൽ ഇബിലീസിനാണ് ഏറ്റവും വലിയ ഇൽമുണ്ടായിരുന്നത്. ഒന്നാമത് ഹുബ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആരോടുള്ള ഹുബ്? ഹബീബായ റസൂലുള്ളാഹിനോടുള്ള ഹുബ്. ആ ഹുബിലൂടെ അള്ളാഹിനോട് ഹുബ് ഉണ്ടാവുള്ളൂ. അതുള്ളവൻ ഇത് പറയില്ല എന്നുള്ളത് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല. അറിവാണ് മാനദണ്ഡം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇബിലീസിനെ നിങ്ങൾ പൂജിച്ചോളിയും, ഇബിലീസിനെ നിങ്ങൾ ആദരിച്ചോളിയും. മലക്കുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരാളാണ്. അറിവല്ല, തിരിച്ചറിവാണ് വലുത്. എന്തു പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നുള്ള തിരിച്ചറിവ്. ഇതില്ലാതെ പോകുന്നതാണ് ഇതുപോലെയുള്ള ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുധങ്ങൾ വെച്ച് കൊടുക്കണത്. ഇപ്പോൾ തോന്നും ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം ഞങ്ങൾ അറിഞ്ഞത്. ഇതുപോലത്തെ ഒരു വീഡിയോ ഇന്നൊരു സ്വാമിജി ഇട്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇസ്ലാമിനെ തെറി വിളിക്കണ കാണുമ്പോൾ നമ്മൾ മറുപടി പറയണ്ടേ? ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതല്ല എന്നുള്ള ഒരു വാക്കെങ്കിലും നമ്മൾ പറയണ്ടേ? എന്നിട്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചെലവിലാക്കി വെച്ചിക്കുക. നാണക്കേട് തോന്നുകയാണ്. ഇതൊക്കെ സമൂഹത്തിൻ്റെ ആളുകൾ കരുതുന്നതാണെന്നറിയോ? പുറത്തുള്ള ആളുകൾ ഈ മുസ്ലിങ്ങളൊക്കെ ഇമാതിരി തലതിരിഞ്ഞ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ വിവാദമാണ്. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ കിതാബിലുണ്ട്. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഞാൻ ഇതിനൊരു മറുപടി ഞാൻ ഷോർട്സിൽ പറഞ്ഞിരുന്നു. അതായത് സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിലോ ഹദീസിലോ എവിടെയില്ല.
എവിടെയില്ല. പിന്നെ ചില ആളുകൾ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു എന്ത്, വ്യഭിചാരത്തിലുണ്ടായാൽ അത് സ്വന്തം മകളായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ അവരെ വിവാഹം കഴിക്കാമെന്നല്ല പറഞ്ഞത്, അവർ സ്വന്തം മകളല്ല എന്ന് പറഞ്ഞ വാക്കിനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനത്തിൽ 4 മദ്ഹബിലും അവഗാഹമുള്ള മഹാപണ്ഡിതന്മാർ പറയുന്നു, ഒരു മദ്ഹബിലും അങ്ങനെ സിനായിലുണ്ടായ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും കിതാബിൽ എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇസ്ലാമിക വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ അക്കാലത്ത് എഴുതി വെച്ചൊരു കാര്യങ്ങൾ. എന്നിട്ട് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ് കുറേ ആളുകളെ യൂട്യൂബിലൂടെ പറ്റിക്കാൻ വേണ്ടി ഈ പറ്റിക്കപ്പെടുന്നതിൽ പോയി വീഴുന്നത് നിർഭാഗ്യവശാൽ സ്ത്രീകളാണ്. സ്വന്തം ഉമ്മാനെ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്ന് പറയോ അത്? ഓനിങ്ങനെ അസ്തഗ്ഫിറുല്ലാ, എൻ്റെ ഉമ്മാനെ ഞാനങ്ങനെ കണ്ടല്ലോ റബ്ബ്, അതിൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണല്ലോ, അതിൽ നിന്ന് ഞാൻ മുക്തനാവേണ്ടതെന്ന് ചിന്തിക്കല്ലേ ചെയ്യാം. അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ പബ്ലിക്കിൽ പറഞ്ഞു കൊടുത്ത് കിതാബിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താ വിചാരിക്കുക? കിതാബിൽ ഇമാതിരി സാധനങ്ങൾ എഴുതി വെച്ചിക്കാതെ ഇതൊക്കെ തലപ്പാവ് ധരിച്ച ആളുകൾ ഈ മതത്തിനെ നാറ്റിക്കുന്നത് ആരാണ്? സ്വർഗം എന്ന് പറഞ്ഞിട്ട് മദ്യപ്പുഴയുടെയും എന്താ പറയുക ആകെ സ്ത്രീകളുമായിട്ടുള്ള ഭോഗത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് സ്വർഗം എന്ന രീതിയിൽ പ്രസംഗിച്ചിട്ട് ആളുകളുടെ ധാരണ ഇപ്പം എന്താണെന്നറിയോ? സ്വർഗം എന്ന് പറഞ്ഞാൽ കുറേ വ്യഭിചാരം നടത്തുന്ന ഒരു ഏരിയ, കുറേ മദ്യം കിട്ടുന്ന ഒരു ഏരിയ. ഇതൊക്കെ സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ഈ അലങ്കാരങ്ങളും അതിൻ്റെ പദപ്രയോഗങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കാതെ കിടന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് നാണക്കേട് അനുഭവിക്കുന്നത് ബോധമുള്ള ആളുകളാണ്. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾ ചോദ്യം ചെയ്യാണ്. ഈ ഉസ്താദുമാർ ഇതുപോലെ ചെയ്തു. എല്ലാ ഉസ്താദുമാരും ഇങ്ങനെ കേട്ടോ ഹക്കായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിനെ പറഞ്ഞു, ഞങ്ങൾ OP അബൂബക്കർ മുസ്ലിയാർ ഒരു എന്താണ് കാഫിർ എന്ന് പറഞ്ഞാൽ എന്തൊരു പണ്ട ഉസ്താദാണല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, ഞാൻ അതിൻ്റെ പേര് എനിക്കറിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കിൻ. അതുപോലെയുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ എവിടുന്നെങ്കിലും ഇമ്മാതിരി തോന്നിവാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെയാണ് ഹക്കായ ദുന്യവിയ അല്ലാത്ത ഉഖ്റവിയായ പണ്ഡിതന്മാരെന്ന് പറയണത്. ഇത് എൻ്റെ കയ്യിലൊരു യൂട്യൂബ് ഉണ്ട് എന്ന് കരുതിയിട്ട് സമുദായത്തിന് നാണം കെടുത്തുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടരുത്. എന്തൊക്കെ ആരോട് എപ്പോഴൊക്കെ എവിടെ വെച്ചിട്ട് പറയണം എന്നുള്ള ഒരു സെൻസിബിലിറ്റി നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവണം. നിർഭാഗ്യവശാൽ ഈ മതത്തിനെ അവഹേളിക്കുന്നവരിൽ നല്ലൊരു പങ്കും ഇതുപോലത്തെ വേഷം കെട്ടുധാരികളാണ്. ഞാനിത് പറയുമ്പോൾ എന്നോട് സങ്കടം. ഞാൻ ഒരു ദിവസം ഒരു ഉസ്താദ്, അങ്ങനെ തന്നെ പറയാം, ആ ഉസ്താദ് 10-14ഓളം കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചൊരു വിഷയം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞത് എനിക്കൊരാളുടെ കമൻറ്റ് എന്താണെന്നറിയോ? ഭയങ്കര ഇസ്ലാമിസ്റ്റാണ്. എടാ നിന്നെ ഞാൻ കണ്ടുപിടിച്ചടാ, നീ എൻ്റെ വീടിൻ്റെ മുൻപിലൂടെ പോണത് ഞാൻ കണ്ടു, നിന്നെ ഞാൻ കൈകാര്യം ചെയ്തു തരാം, എന്നെ തട്ടിക്കളയും എന്നൊരു ഭീഷണി. ഞാൻ പോലീസിൽ പരാതി കൊടുക്കണ്ടേ? എടോ നാളെ ഞാനൊരു സംഘടനയുടെ ഒരാളല്ല, ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണല്ലോ, എനിക്ക് വേണ്ടി ജയ് വിളിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാനും എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ഉമ്മയും കുടുംബവും അല്ലാതെ. അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റായ ആളുകൾ, ഈ ഉസ്താദുമാരുടെ കള്ളത്തരങ്ങൾ, നമ്മൾ ഇതിനെന്തിനാ കുട പിടിക്കണം? എന്തിനാ? എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണോ? നമ്മളും ഉസ്താദുമാരെ ഇൽമു പഠിച്ച ആളുകളല്ലേ? അപ്പോൾ ആ ഉസ്താദുമാരെ തെമ്മാടിത്തരത്തിൽ നമ്മൾ മൂടി വെക്കണം എന്നാ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതിനെതിരെ വീഡിയോ ഇട്ടതിന് എന്നെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ നാണക്കേട് തോന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നതെന്ന് വയ്ക്കാൻ. നമ്മളിത് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞ് നമ്മുടെ മതത്തിനെ നമ്മൾ തന്നെ നാറ്റിക്കുന്നൊരവസ്ഥയല്ല ചെയ്തത്. ഇതൊരു പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഉസ്താദിനെ അംഗീകരിക്കുന്നവരുണ്ടാവാം, എന്നെ നിങ്ങൾ തെറി വിളിച്ചോളും. പക്ഷേ എന്നാലും ഞാൻ പറയും, ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല, ഇതൊരു അനുകരിക്കപ്പെടേണ്ട മാതൃക. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ് തോന്നിവാസം വിളിച്ചറിയാം. ഉമ്മാനെ നിർത്തത്രേ പെങ്ങളി പറയാനൊരു നാവിന് ഇത് വേണ്ടടോ. ഇമ്മാതിരി ഉസ്താദുമാർ മനുഷ്യന്മാരെ നാണം കെടുത്താൻ വേണ്ടി എന്നിട്ട് ബാക്കിയുള്ള ഒരു വീഡിയോയിലാണ് നാണം കെട്ട വൃത്തികെട്ട മതമാണ് ഇസ്ലാം. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഉസ്താദ് പറഞ്ഞൊരു കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും.